ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. ലോകമെങ്ങും ക്രിസ്മസ് ആഘോഷത്തിൽ. തിരുപ്പിറവി സ്മരണയിൽ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥന. ഇന്ന് സദ്ഭരണ ദിനം. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. മധ്യപ്രദേശിൽ കെൻ ബെത്വ നദികളെ ബന്ധിപ്പിക്കുന്ന ദേശീയ പദ്ധതി ഉൾപ്പെടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം തുടക്കം കുറിക്കും. മണ്ഡലപൂജയ്ക്കൊരുങ്ങി ശബരിമല. തങ്ക അങ്കി ചാർത്തി ദീപാരാധന ഇന്ന്. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ഒഡീഷയും ഡൽഹിയും ക്വാർട്ടർ ഫൈനലിൽ. കേരളം ജമ്മു കശ്മീർ ക്വാർട്ടർ ഫൈനൽ മറ്റന്നാൾ. വാർത്തകൾ വിശദമായി. ലോകമെങ്ങും ക്രിസ്മസ് ആഘോഷത്തിൽ. യേശുവിന്റെ ജന്മസ്ഥലമായ ബെത്ലഹേമിൽ ഗസയിലെ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നിറം മങ്ങി. അതേസമയം ക്രിസ്മസ് കുർബാനയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ വിശുദ്ധ കവാടം തുറന്നതോടെ കത്തോലിക്ക സഭയുടെ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. 25 വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ചടങ്ങാണിത്. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ രാജ്യത്തെ ജനങ്ങൾക്ക് ക്രിസ്മസ് ആശംസകൾ നേർന്നു. സ്നേഹം, ദയ, അനുകമ്പ എന്നീ തത്വങ്ങളെ ക്രിസ്മസ് ഓർമ്മിപ്പിക്കുന്നുവെന്ന് രാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ സന്തോഷകരമായ അവസരം രാജ്യത്തുടനീളമുള്ള വീടുകളെ സ്നേഹവും ഐക്യവും കൊണ്ട് പ്രകാശിപ്പിക്കട്ടെയെന്ന് ഉപരാഷ്ട്രപതി ആശംസിച്ചു. യേശുക്രിസ്തുവിന്റെ ആശയങ്ങൾ എല്ലാവർക്കും സമാധാനത്തിന്റെയും സമൃദ്ധിയുടെയും പാത കാണിച്ചു തരട്ടെയെന്ന് പ്രധാനമന്ത്രി ആശംസിച്ചു. ക്രിസ്മസ് മുന്നോട്ട് വയ്ക്കുന്ന ശാന്തിയുടെയും സ്നേഹത്തിന്റെയും സന്ദേശം ഉയർത്തിപ്പിടിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ക്രിസ്മസ് പ്രമാണിച്ച് ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ ഇന്ന് ന്യൂഡൽഹിയിലെ സേക്രഡ് ഹാർട്ട് കത്തീഡ്രൽ ദേവാലയത്തിലെത്തി പ്രാർത്ഥനയിൽ പങ്കെടുത്തു. ബിജെപി എംപിമാരായ ബൻസുരി സ്വരാജ്, കമൽജീത് സെഹ്രാവത്ത്, ഡൽഹി ബിജെപി അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവ എന്നിവരും അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നു. ദേശീയ തലസ്ഥാനത്തെ ദേവാലയങ്ങളിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ പുരോഗമിക്കുകയാണ്. ക്രിസ്മസിനോടനുബന്ധിച്ച് കേരളത്തിലെ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനയും കുർബാനയും നടന്നു. കൊച്ചിയിൽ വിവിധ ദേവാലയങ്ങളിൽ നടന്ന തിരുപ്പിറവി ആഘോഷ ചടങ്ങുകളിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. കൊച്ചി സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ നടന്ന ചടങ്ങിൽ ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കണ്ണൂർ ജില്ലയിലെ വിവിധ ക്രിസ്തീയ ദേവാലയങ്ങളിൽ അർദ്ധരാത്രിയോടെ ആരംഭിച്ച ആഘോഷ പരിപാടികൾ പുലർച്ചെ വരെ നീണ്ടു. കോഴിക്കോട് ദേവമാതാ കത്തീഡ്രലിൽ നടന്ന തിരുകർമ്മങ്ങൾക്ക് ബിഷപ്പ് വർഗീസ് ചക്കാലക്കലും താമരശ്ശേരി മേരിമാതാ കത്തീഡ്രലിൽ ബിഷപ്പ് റെമിജിയോസ് ഇഞ്ചനാനിയലും കാർമ്മികത്വം വഹിച്ചു. തിരുവനന്തപുരത്ത് പട്ടം സെന്റ് മേരീസ് കത്തീഡ്രൽ, പാളയം സെന്റ് ജോസഫ് കത്തീഡ്രൽ, വെട്ടുകാട് മാദ്രേ ദേ ദേവൂസ് ദേവാലയം തുടങ്ങിയിടങ്ങളിൽ ക്രിസ്മസ് പ്രാർത്ഥനകളിൽ നിരവധി പേർ പങ്കെടുത്തു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ക്രിസ്മസ് ആഘോഷിച്ച് സുനിത വില്യംസ് ഉൾപ്പെടെയുള്ള ബഹിരാകാശ സഞ്ചാരികൾ. നാസ പുറത്തുവിട്ട അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നുമുള്ള വീഡിയോ സന്ദേശത്തിൽ സംഘം ഭൂമിയിലുള്ളവർക്ക് ക്രിസ്മസ് ആശംസകൾ നേർന്നു. It's a great time of year up here. We get to spend it with all of our family up on the International Space Station. There's 7 of us up here, and so we're going to get to enjoy company together. And one of the best things that I like about Christmas is the preparation and just getting ready, and the anticipation, everybody getting together and preparing stuff and just getting ready for the holiday. ഇന്ന് സദ്ഭരണ ദിനം. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ 100ാം ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് ദിനാചരണം. 1924 ഡിസംബർ 25 ഗ്വാളിയോറിൽ ജനിച്ച വാജ്പേയി രാഷ്ട്രീയ നേതാവ് എന്നതിലുപരി വാഗ്മി, എഴുത്തുകാരൻ, സാമൂഹിക പ്രവർത്തകൻ, പത്രപ്രവർത്തകൻ എന്നീ നിലകളിലും പ്രശസ്തനായിരുന്നു. വാജ്പേയിയുടെ നേതൃത്വത്തിലാണ് ഇന്ത്യ 1998 പൊഖ്രാൻ 2 ആണവ പരീക്ഷണം വിജയകരമായി നടത്തി ആണവരാഷ്ട്ര പദവി ഉറപ്പിച്ചത്. 2015 ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന നൽകി രാജ്യം വാജ്പേയിയെ ആദരിച്ചു. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ 100ാം ജന്മവാർഷിക ദിനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ ഡൽഹിയിലെ സദൈവ് അടൽ സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തി. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്, ലോക്സഭാ സ്പീക്കർ ഓം ബിർല, കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ, ജെ.പി. നദ്ദ, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു തുടങ്ങിയവരും അടൽ ബിഹാരി വാജ്പേയിക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മധ്യപ്രദേശ് സന്ദർശിക്കുന്നു. ഖജുരാഹോയിൽ 1ലധികം വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും അല്പസമയത്തിനകം അദ്ദേഹം നിർവഹിക്കും.
കെൻ ബെത്വ നദികളെ ബന്ധിപ്പിക്കുന്ന ദേശീയ പദ്ധതിക്ക് പ്രധാനമന്ത്രി തറക്കല്ലിടും. ദേശീയ വീക്ഷണ പദ്ധതി പ്രകാരം നദികളെ ബന്ധിപ്പിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ പദ്ധതിയാണിത്. ഈ പദ്ധതി മധ്യപ്രദേശിലെയും ഉത്തർപ്രദേശിലെയും വിവിധ ജില്ലകളിൽ ലക്ഷക്കണക്കിന് കർഷക കുടുംബങ്ങൾക്ക് ജലസേചന സൌകര്യം ലഭ്യമാക്കും. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ 100ാം ജന്മവാർഷിക ദിനത്തോടനുബന്ധിച്ച് സ്മരണിക സ്റ്റാമ്പും നാണയവും പ്രധാനമന്ത്രി പ്രകാശനം ചെയ്യും. 1153 അടൽ ഗ്രാം സുശാസൻ കെട്ടിടങ്ങളുടെ തറക്കല്ലിടലും അദ്ദേഹം നിർവഹിക്കും. ഖാണ്ഡവ ജില്ലയിലെ ഓംകാരേശ്വറിൽ സ്ഥാപിച്ച ഓംകാരേശ്വർ ഫ്ലോട്ടിംഗ് സോളാർ പദ്ധതി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ 100ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഒഡീഷയിലെ സംബാൽപൂരിൽ സ്ഥാപിച്ച പൂർണ്ണകായ പ്രതിമ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അനാച്ഛാദനം ചെയ്തു. പാവപ്പെട്ടവരുടെയും ആദിവാസികളുടെയും ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിച്ച മഹത് വ്യക്തിയായിരുന്നു വാജ്പേയി എന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. उड़ीसा की विकास में उनकी बहुत भूमिका रही. हम जिस इलाका में है संबलपुर उनकी कई बार दौरा हुआ है. पश्चिम उड़ीसा में जब अकाल आया था तब अटल जी स्वयं बिना एसी की ट्रेन, तब यहाँ एसी की कोई ट्रेन नहीं चलता था, तब अटल जी आए थे, यहाँ के गरीबों की आदिवासियों की देखभाल किए थे. തന്റെ ജീവിതം മുഴുവൻ രാജ്യസേവനത്തിനും രാജ്യവികസനത്തിനുമായി സമർപ്പിച്ചിരുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ മഹത്തായ ചിന്തകനായിരുന്നു അടൽ ബിഹാരി വാജ്പേയി എന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിൽ വാജ്പേയി നിർണായക പങ്കുവഹിച്ചുവെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. വിദ്യാഭ്യാസ വിചക്ഷണനും സാമൂഹ്യ പരിഷ്കർത്താവുമായ പണ്ഡിറ്റ് മദൻ മോഹൻ മാളവിയുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. സ്വാതന്ത്ര്യ സമര സേനാനി എന്നതിനു പുറമെ ആജീവനാന്തം രാജ്യത്തെ പ്രഥമ വിദ്യാഭ്യാസ പ്രവർത്തകൻ കൂടിയായിരുന്നു മാളവ്യ എന്ന് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ശബരിമലയിൽ മണ്ഡലപൂജയ്ക്കായുള്ള തങ്ക അങ്കി ഘോഷയാത്ര നിലയ്ക്കൽ പിന്നിട്ടു. അയ്യന് ഇന്ന് വൈകിട്ട് തങ്ക അങ്കി ചാർത്തി ദീപാരാധന നടക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S. ശ്രീധർ. മണ്ഡലപൂജയ്ക്ക് അയ്യപ്പന് ചാർത്തുന്ന തങ്കയങ്കിയുമായി ഘോഷയാത്ര ഇന്നുച്ചയോടെ പമ്പയിലെത്തും. ഘോഷയാത്രയെ ദേവസ്വം വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ സ്വീകരിക്കും. വൈകിട്ട് 6:40 തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കുക. നാളെ ഉച്ചയ്ക്ക് 12നും 12:30 മധ്യേ മണ്ഡലപൂജയും നടക്കും. തിരക്ക് നിയന്ത്രണത്തിന്റെ ഭാഗമായി പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് തീർത്ഥാടകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ നട തുറന്നതു മുതൽ രാവിലെ 11 വരെ 36,127 പേർ ദർശനം നടത്തി. തങ്കയങ്കി ഘോഷയാത്ര വൈകിട്ട് 3-ന് ശേഷം പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് തിരിക്കും. ഇനി ദീപാരാധനയ്ക്ക് ശേഷമേ സന്നിധാനത്ത് ഭക്തർക്ക് ദർശനം ലഭിക്കൂ. 78ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ഒഡീഷയും ഡൽഹിയും ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. നാളെ നടക്കുന്ന ക്വാർട്ടർ ഫൈനലിൽ ഒഡീഷ പശ്ചിമബംഗാളിനെയും ഡൽഹി മണിപ്പൂരിനെയും നേരിടും. മറ്റന്നാൾ മേഘാലയ നിലവിലെ ചാമ്പ്യന്മാരായ സർവീസസിനെയും കേരളം ജമ്മുകശ്മീരിനെയും നേരിടും. പുതുതായി സ്ഥാപിതമായ 10,000-ലധികം വിവിധ ഉദ്ദേശ പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങൾ, ഡയറി, ഫിഷറീസ് സഹകരണ സംഘങ്ങൾ എന്നിവ കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ രാജ്യത്തിന് സമർപ്പിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ലോകമെങ്ങും ക്രിസ്മസ് ആഘോഷത്തിൽ. തിരുപ്പിറവി സ്മരണയിൽ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥന. ഇന്ന് സദ്ഭരണ ദിനം. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. മധ്യപ്രദേശിൽ കെൻ ബെത്വ നദികളെ ബന്ധിപ്പിക്കുന്ന ദേശീയ പദ്ധതി ഉൾപ്പെടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം തുടക്കം കുറിക്കും. മണ്ഡലപൂജയ്ക്കൊരുങ്ങി ശബരിമല. തങ്ക അങ്കി ചാർത്തി ദീപാരാധന ഇന്ന്. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ഒഡീഷയും ഡൽഹിയും ക്വാർട്ടർ ഫൈനലിൽ. കേരളം ജമ്മുകശ്മീർ ക്വാർട്ടർ ഫൈനൽ മറ്റന്നാൾ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.